ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ട് നമുക്ക് മൊസറല്ല ചീസ് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ 1 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാല് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. പാല് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പാല് ചൂട് കൂടി പോകാൻ പാടില്ല. ചൂട് ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമുക്ക് ചീസ് കറക്റ്റ് പാകത്തിന് കിട്ടില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് ഒന്ന് ജസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാല് പിരിഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പാല് പിരിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരരിപ്പയിൽ ഇട്ട് അരിച്ചെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇനി ചീസ് മാറ്റിയിട്ടുള്ള ഈ വെള്ളമല്ലേ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. നമുക്കിത് ആവശ്യം വരും. അപ്പോൾ ഞാനിതാ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്കും ചെയ്യണേ. അപ്പോൾ ഇതിലുള്ള വെള്ളം നന്നായിട്ട് തന്നെ നമ്മൾ ഊറ്റി കളയണം. ഇതുപോലെ നന്നായിട്ട് തന്നെ പിഴിഞ്ഞ് കളയണം. അപ്പോൾ ഇതാ ചീസിലെ വെള്ളം നമ്മൾ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ പിഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ വെള്ളമല്ലേ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ചൂടാക്കിയെടുക്കുമ്പോൾ കൈ അതിൽ മുക്കിയെടുക്കാൻ പാകത്തിന് ഉള്ള ചൂടേ പറ്റുള്ളൂ. നമുക്ക് ചീസ് അതിലിട്ട് മുക്കി നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ചൂടാക്കുമ്പോൾ ചൂട് കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ചീസില്ലേ അത് ഈ ചൂടുവെള്ളത്തിലിട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ടത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ചൂടുവെള്ളത്തിൽ ഇടയ്ക്ക് മുക്കിയിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ നമ്മൾ പിഴിഞ്ഞെടുത്താലേ നമുക്ക് മൊസറല്ല ചീസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു 10 മിനിറ്റോളം ഈ ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചീസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് തണുത്ത വെള്ളത്തിലൊന്ന് മുക്കി ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മുക്കിയെടുക്കാം.
ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.